സുവിശേഷത്തിന് വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന് വില കൊടുക്കും. യേശു എനിക്ക് വിലപ്പെട്ടതാണെങ്കിൽ എല്ലാം മാറ്റിവെച്ച് ഞാൻ യേശുവിന് വേണ്ടി നടക്കും. യേശുവിന് വേണ്ടി സമയം കണ്ടെത്തും. യേശു എൻ്റെ കർത്താവാണെങ്കിൽ എൻ്റെ സമയം ഞാൻ മാനേജ് ചെയ്യും, എൻ്റെ പണം ഞാൻ മാനേജ് ചെയ്യും. എനിക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന സകലതും മാനേജ് ചെയ്യാൻ മാത്രം നമ്മളെ ഏൽപ്പിച്ചു. പക്ഷെ എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ പറയുമ്പം, ഒന്ന്, ഇറ്റ് ഈസ് എ റിബല്യൻ അഗെയിൻസ്റ്റ് ഗോഡ്. ദൈവത്തോട് നമ്മൾ മത്സരിക്കുകയാണ്. ആ മത്സരത്തിൽ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് തന്നെ പറയുകയാണ് സാരമില്ല. അതിന് വളം വെച്ച് തരുന്നവരും കാണും. ഞാനിത് വളരെ ഗൗരവത്തിലാണ് പറയുന്നത്. അതൊന്നും സാരമില്ല, അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞാൽ ഇതിന് സാരമുണ്ട്. പലപ്പോഴും പറയുന്ന നുണ, നമ്മൾ ബലഹീന മനുഷ്യരാണെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന ലോകത്തെ ജയിക്കാനാണ്. ലോകം എന്ന് പറയുന്നത് ജഡമോഹം, കൺമോഹം, ശരീരത്തിന്റെ പ്രതാപം. ഈ 3 മേഖലകളിൽ എഫക്റ്റ് ചെയ്യുന്ന ഏത് കാര്യത്തെയും കൊടഞ്ഞു മാറ്റി മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാനും ഒരു ദൗത്യം നിവർത്തിക്കാനുമാണ് നമ്മളെ വച്ചിരിക്കുന്നത്.